അടുത്തൊരു വീഡിയോ ഇടാൻ വേണ്ടി എന്റെ കമന്റ് ബോക്സ് ഞാനിങ്ങനെ പരതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൂത്രം ലിംഗം എന്നൊരു സിനിമ റോസ്റ്റ് ചെയ്യാമോ എന്നൊരു കമന്റ് കണ്ടത്. മൂത്രം ലിംഗം ഇങ്ങനത്തെ പേരിലൊക്കെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടോന്ന് എനിക്ക് തന്നെ സംശയമായി. അപ്പൊ നേരെ പോയി സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് അത് മുത്തുരാമലിംഗം എന്നാണെന്ന് എനിക്ക് മനസ്സിലായത്. സോ വേഗം ആ കഥയിലേക്ക് കടക്കാം. മുത്തുരാമലിംഗം ഏതോ ഒരു നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ ആണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഇങ്ങേരുടെ മകനാണ്. കുടുംബം நல்லா இருக்கணும்னா 50,000 പണത്തെ കൊട്, இல்ல 10 ആട്ട വിട്ടു പോ. அதோட முட்டி நீ ஜெயிச்சிட்டீர்னா 10 ஆட்டையும் தோத்த ஒரு ஆட்டையும் சேர்த்து 11 ஆடா விட்டு போறேன். ഓ മാസ്. உன்னோட மோதிரமா ஆட்டோட மோதிரமா அவுத்து விடல ஆட்ட. மசாலா அரைக்க சொல்லுமா பாண்டிക്കരിമ്പാറ പോലെ. ഒരാടിനെ കൊല്ലുന്നതിന് ഇത്രയ്ക്ക് മാസൊക്കെ വേണോ ചേട്ടാ? ഈ ഒരു മൊമെന്റിലാണ് നമ്മുടെ മുത്തുരാമന് ഇങ്ങനെ ഒരു സ്കില്ല് കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മൂപ്പര് തന്റെ മണ്ട കൊണ്ട് മുട്ടി ഒരുപാട് പേരെ നിലംപരിശാക്കിയ ഒരു കില്ലാടി കൂടിയാണ്. എന്തിനാടാ അവന്റെ മണ്ടയ്ക്ക് ഇടിച്ചത് എന്ന് ചോദിക്കുന്നതിന് പകരം ഡാ ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മണ്ടയ്ക്ക് മുട്ടടാ എന്ന് പറഞ്ഞ മറ്റൊരു കില്ലാടിയാണ് ഈ മാഷ്. അങ്ങനെ നമ്മുടെ നായകൻ മുത്തുരാമൻ തന്റെ പഴയ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഓർത്തുകൊണ്ട് സ്വയം മോട്ടിവേറ്റ് ആയി ആടിനെ തന്റെ മണ്ട കൊണ്ട് മുട്ടി കൊല്ലുകയാണ്. ഇയാൾക്കാണ് ഭ്രാന്ത് എന്ന് വിചാരിച്ച ഇയാളുടെ കുടുംബം മൊത്തം മെന്റൽ ആശുപത്രിയിൽ നിന്ന് ചാടി വന്ന പോലെയാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. ഒരു ദിവസം നമ്മുടെ മുത്തുരാമന്റെ പെങ്ങളെ ഒരുത്തൻ പേപ്പർ റോക്കറ്റ് വിട്ട് കളിയാക്കും. തന്റെ പെങ്ങളെ അപമാനിച്ച അവനോട് മുത്തു പ്രതികാരം ചെയ്യാൻ തന്നെ തീരുമാനിക്കും. അയാളും അങ്ങേരുടെ വട്ട് പിടിച്ച കുടുംബവും ചേർന്ന് അടുത്തുള്ള കടയിൽ പോയിട്ട് 2-3 നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഈ കളിയാക്കിയവന്റെ വീട്ടിലേക്ക് റോക്കറ്റ് ഉണ്ടാക്കി വിട്ട് കളിക്കും. ഇതാണ് ഇവരുടെയൊക്കെ പ്രതികാരം. ഇനിയാണ് നായികയുടെ ക്രിഞ്ച് തോന്നിപ്പിക്കാത്ത ഒരു സൂപ്പർ ഇൻട്രോ. അപ്പോഴാണ് നായികയുടെ ആ ക്യൂട്ട് ഇൻട്രോ. ഒരു ഗെയിം കളിച്ച് ജയിച്ചാണ് താൻ ഈ പിള്ളേരുടെ കാശ് വാങ്ങിയതെന്ന് നായിക പറഞ്ഞു. അത് എന്ത് ഗെയിമാണെന്ന് നമ്മുടെ മുത്തു ചോദിച്ചു. ഞാൻ കമഴ്ന്നു കിടക്കും, നിങ്ങൾ എന്നെ മലത്തി കിടത്തണം. ഇതാണ് ആ ഗെയിം. ഈ ഒരു പോയിന്റിൽ വെച്ച് എനിക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാവാണ്, ഇതിലെ നായികയ്ക്കും പ്രാന്താണ്. അങ്ങനെ മലത്തി കിടത്തുന്ന ഗെയിം കളിക്കാൻ മുത്തുരാമൻ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. അങ്ങനെ തന്നെ തോൽപ്പിച്ച മുത്തുരാമനോട് നായികയ്ക്ക് പ്രേമം തോന്നുകയാണ്. കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. அப்போ அந்த கம்பை வச்சு எல்லாருக்கும் புரியுற மாதிரி வந்து சுத்து. ഓ ഈ സീൻ കണ്ട് എന്റെ രോമം എണീറ്റ് നിന്ന് കാല് കടഞ്ഞപ്പോ ഒന്ന് ഇരുന്നു. അങ്ങനെ മുത്തുരാമൻ തന്റെ ആളുകളെയും കൂട്ടിക്കൊണ്ട് സിലമ്പാട്ട് മത്സരത്തിന് പോകുമ്പോഴാണ് അത് തടയാനായി നമ്മുടെ വില്ലൻ ശ്രമിക്കുന്നത്. വില്ലന്റെ ആളുകളൊക്കെ അറഞ്ചം പുറഞ്ചം വെട്ടി വീഴ്ത്തിയ മുത്തുരാമനെ അവന്റെ അച്ഛൻ വഴക്ക് പറയും. എന്നിട്ട് ഈ വെട്ടുകേസൊക്കെ ഒന്ന് തണുക്കുന്നവരെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറയും. അത് കേട്ടതും നമ്മുടെ ബുദ്ധിമാനായ മുത്തുരാമൻ തന്റെ ആളുകളെയും കൂട്ടി വീടിന്റെ അടുത്തുള്ള വാഴത്തോപ്പിലേക്ക് മാറി നിൽക്കാൻ വേണ്ടി പോകും. അല്ല, അതാവുമ്പോ പോലീസിന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഓ മുത്തു, നിന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ. അങ്ങനെ മുത്തുരാമനെ തേടി വന്ന പോലീസ് കൈവലങ്ങ എടുക്കാൻ മറന്നുകൊണ്ട് മുത്തുരാമന്റെ അച്ഛന്റെ മീശ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. അത് വാഴത്തോപ്പിൽ നിന്ന് എങ്ങനെ ഒളിഞ്ഞു കണ്ട നമ്മുടെ മുത്തുരാമൻ ആ പോലീസുകാരന്റെ കൈ ഉണ്ണിപ്പിണ്ടി വെട്ടുന്ന ലാഘവത്തോടെ വെട്ടും. എന്നിട്ട് മുത്തുരാമൻ പറയും, സിംഗത്തിക്ക് പിടറിയില്ല ബലം, യാനയ്ക്ക് തുമ്പിക്കില്ല ബലം, പാമ്പുക്ക് പള്ള ബലം, പറന്നുക്ക് പാർവയില ബലം, യപ്പനുക്ക് മീസ താമല ബലം. ഇപ്പോഴാണ് അച്ഛാ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുന്ന. എங்க அப்பன் ஆசைப்பட்டு கட்டிக்கிட்டு இந்த மீசையை பார்த்து தாமல. நீ எந்த தேங்காடி പറയുന്നേ? நாங்க கும்பிடுத சாமி கூட மீசை இருந்தா தாமல கும்பிடுவோம். തെറ്റന്റെ ഭാഗത്താ. ഒരുത്തൻ തന്റെ കൈ പോയിട്ട് വേദന സഹിക്കാൻ പറ്റാതെ കിടക്കുമ്പോഴാണ് ഇന്ന് പഠിച്ച 2 ദിവസം കഴിഞ്ഞ് മുളയ്ക്കാൻ പോണ മീശയെ പറ്റി ഇവൻ ക്ലാസ് എടുക്കുന്നത്. നമ്പർ 1 തന്തയ്ക്കുള്ള തെക്കേടത്തമ്മ പുരസ്കാരം നോമിനേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ തരും. അങ്ങനെ ഈ കൈ വെട്ടിയ കേസിന് മുത്തുരാമനെ പിടിക്കാൻ വേണ്ടി പോലീസ് പുതിയ ഒരാളെ ഇറക്കുകയാണ്, അലക്സ് പാണ്ഡ്യൻ.
പക്ഷെ ഒരു വിഷയമുണ്ട്, അലക്സ് പാണ്ഡ്യൻ ആരാണ് ഈ മുത്തുരാമൻ എന്ന് അറിയില്ല. ഇത്രയും വലിയ പോലീസുകാരന് മുത്തുരാമന്റെ ഒരു ഫോട്ടോ എങ്ങനെ ഒപ്പിക്കണമെന്ന് കൂടി അറിയില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ സിനിമയിലെ പോലീസുകാരനും ബുദ്ധിയില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെ കുറച്ച് പോലീസുകാർ മുത്തുരാമനെ ഫോളോ ചെയ്ത് അവന്റെ ഒളിസങ്കേതം കണ്ടുപിടിക്കും. പിന്നെ ഒരു മാരക ചേസിംഗ് സീക്വൻസ് ആണ്. ഓട്ടത്തിന്റെ ഇടയിൽ മുത്തുരാമനെ പിടിക്കാൻ വന്ന പോലീസുകാർ തന്നെ വരി വരിയായിട്ട് വെറുതെ നിലത്ത് വീണുകൊണ്ടിരിക്കും. ഓടി 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 അവസാനം ഒറ്റയ്ക്കായ ഒരു പോലീസുകാരൻ വായിൽ നിന്ന് ഐസ്ക്രീമൊക്കെ ഒഴുക്കി നിലത്ത് വീഴും. കിടിലമാണ് കിവി പ്രീമിയം ഐസ്ക്രീം. അങ്ങനെ മുത്തുരാമൻ അന്വേഷിച്ച് അലക്സ് പാണ്ഡ്യൻ പരക്കം പാഞ്ഞ് നടന്ന് ഒടുക്കം ആളാരാന്ന് പോലും അറിയാതെ മുത്തുരാമന് തന്നെ അലക്സ് പാണ്ഡ്യൻ ലിഫ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ വീരം എന്ന വാക്കിന്റെ അർത്ഥമായ നമ്മുടെ മുത്തുരാമൻ അലക്സ് പാണ്ഡ്യന്റെ വാട്സപ്പ് നമ്പറൊക്കെ വാങ്ങി കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഏതോ പാറപ്പുറത്ത് പോയിട്ട് കത്തിയൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. വരയാൻ അറിയാത്തവൻ വരഞ്ഞു കഴിഞ്ഞാൽ സിംഗത്തിനെ കാണാൻ ഇതുപോലെയൊക്കെ ഇരിക്കും. അങ്ങനെ അലക്സ് പാണ്ഡ്യൻ നമ്മുടെ നായികനെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ നായിക പറയും, എന്റെ മുത്തുരാമന്റെ കൂടെ നീ സിലമ്പാട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അവനെ വേണമെങ്കിൽ നിനക്ക് അറസ്റ്റ് ചെയ്യാം, പക്ഷെ തോറ്റു കഴിഞ്ഞാൽ മറ്റേ കൈ വെട്ടിയ കേസില്ലേ അത് നീ തള്ളിക്കളയണം. അത് കേട്ടതും നമ്മുടെ മണ്ടൻ പോലീസ് ഓക്കേ എന്ന് പറയും. കാരണം ഗവൺമെന്റ് ഒക്കെ ഈ പോലീസുകാരന്റെ അച്ഛന്റെ സ്വത്താണല്ലോ. ഇതിലും വലിയ കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാരൻ എന്നിട്ട് ഗവൺമെന്റിന്റെ സഹായത്തോടെ സിലമ്പാട്ടത്തിന്റെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നേ. എന്നിട്ടെന്താ, ഒരു വെട്ടുകേസിലെ പ്രതിയുടെ കൂടെ സിലമ്പാട്ട മത്സരം കളിച്ച് ഒരു പോലീസുകാരൻ നാണം കെട്ട് തോക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ എന്നെ சொல்ற என் உடம்புல ஓடுறதும் நல்ல ரத்தம் தான். എല്ലാ കേസിയും വാപ്പസ് വാങ്ങുക. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഈ മുത്തുരാമലിംഗം നമ്മുടെ ഫേക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനല്ല, അവനൊരു പോലീസുകാരന്റെ മകനാണ്. ആ പോലീസുകാരന്റെ മകനായ ഈ അലക്സ് പാണ്ഡ്യനാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ യഥാർത്ഥ മകൻ. മനസ്സിലായോ? നീയേ ആ കുഴി കുറച്ചുകൂടെ വലുപ്പത്തിലെടുക്കുക, എന്നിട്ട് അതിൽ കയറി കിടക്കുക. നിന്നെ കൊണ്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഈ ഉണക്ക ട്വിസ്റ്റ് തിരിച്ചറിഞ്ഞ പോലീസുകാരന്റെ ഭാര്യ തന്റെ മകന് വേണ്ടി യാചിക്കുകയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അവസാനം മുത്തുരാമൻ അവരോടൊപ്പം പോവാന്ന് സമ്മതിക്കുമ്പോ ഇവര് തന്നെ പറയും, ഇന്നപ്പ വരണ്ടാന്ന്. എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചത്. അങ്ങനെ മുത്തുരാമലിംഗത്തെയും അലക്സ് പാണ്ഡ്യനെയും നമ്മുടെ ഫേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റെടുക്കുകയാണ്. ഹാപ്പി എൻഡിങ്. എന്റെ പൊന്നു പ്രൊഡ്യൂസറെ, നിങ്ങൾക്ക് കാശ് എങ്ങനെ ചെലവാക്കണം എന്ന് അറിയുന്നില്ലെങ്കിൽ വല്ല മ്യൂച്വൽ ഫണ്ടിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേ, അല്ലെങ്കിൽ എനിക്കിതാ. അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. തെക്ക് തീച്ചിങ്ങമാടാ മുത്തുരാമലിംഗമാടാ, തെക്ക് തീച്ചിങ്ങമാടാ മുത്തുരാമലിംഗമാടാ.